സുരേഷ ഡൽഹിക്ക് പോയിക്ക മോളെ കൊണ്ടുവരാൻ. അവിടെ ജോലിയൊക്കെ ബെഡ്ഷീറ്റ് വെച്ചോ നിലത്ത് ഇരിക്കുക. നിവർന്നിരിക്കുക. നമ്മളെല്ലാവരും വെള്ളം കുടിച്ചിട്ട് വേണം യോഗ തുടങ്ങുമ്പോ. വരുമ്പോ പിന്നെ ഒരു 2-3 ക്ലാസ് ഇങ്ങനെ കൂടുതൽ പഠിക്കണം. വെള്ളം പഠിക്കണം. കുടിക്കില്ല. എത്ര ക്ലാസ് കുടിക്കും? 4 അല്ലെങ്കിൽ 5 ക്ലാസ് കുടിക്കും. അത് എല്ലാവരും അങ്ങനെയാണ്. അപ്പം ഈ സമയത്ത് ബ്ലഡ് പോസ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൂടുതൽ എടുക്കാൻ വേണ്ടി ചാലുകളിലും ചെറുതായിട്ട് നൽകാറുണ്ട്. ചാലുകളിൽ ബ്ലോക്ക് വലിയ വെള്ളം ബ്ലോക്ക് ചെയ്യാം. വെള്ളം തള്ളിപ്പോയി. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടോ തുടങ്ങുമ്പോ നിവർന്നിരിക്കുക. നമസ്കാരം മന്ദിര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓ സഹനൗനസ്തു സഹവീര്യം കരവാഹൻ തേജസ്വിനാവിധമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നേരത്തെ മുടിക്കുക. ഭൂമിദേവയുടെ അനുഗ്രഹം മേടിക്കണം. ശ്വാസം എടുത്തുനിന്ന് പറഞ്ഞു വരിക. കൈ കൂട്ടിട്ട് കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈയ്യൊന്നിട്ടോടെ വേണ്ടിയിട്ട് പതുക്കെ കണ്ണു തുറക്കുക. ഇനി നമുക്ക് അനുലോമ വിലോമ 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കണം. 2 മൂക്കും കറക്റ്റായിട്ട് തുറക്കണം. നമുക്ക് ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും 36,000 നാടികളുണ്ട്. ചെറിയ ചെറിയ നാടികൾ. അവിടെ വെച്ച് നമുക്ക് ഉണർവിച്ച് എത്തിക്കാനായിട്ടാണ്. നന്നായിട്ട് ശ്വാസം അടച്ചു പിടിക്കുക. 1 ശ്വാസം വിടുക. 2 ശ്വാസം എടുക്കുക. അപ്പൊ കണ്ണടക്കണ്ടോ? 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. ഈ 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക. 1, 2 പതുക്കെ ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8. മതി. ഇനി നെക്ക് റൊട്ടേഷൻ. കഴുത്ത് വെക്കണം. കഴുത്തിന് ബലം കിട്ടണം. അതുപോലെ ബ്ലഡ് തലയിലേക്ക് കയറാനായിട്ട്. 1, 2 തല പിന്നി പിടിക്കണം. 3, 4, 5, 6, 7, 8. സൈഡിൽ കൂടെ പിന്നിട്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ചെവി ഷോൾഡറിൽ പിടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. താടി കഴുത്തിൽ മുടിച്ചിട്ട് പകുതി റൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. തല പിന്നി മുടിച്ചിട്ട് പകുതി റൗണ്ട്. ഒന്ന് കണ്ടു തോന്നുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഈ ഫുള്ള് റൗണ്ട്. 1 ശ്വാസം എടുക്കുക. വിടുക. 2 ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8,
തിരിച്ചു റൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 കൈ നിർത്തി വയ്ക്കുക. കൈന്റെ വെട്ടിന്റെ തുമ്പ് മടക്കുക. 1 2 3 4 5 6 7 8. കൈ ഫുള്ള് കാണിക്കുക വരില്ല. 1 2 3 4 5 6 7 8. കൈപ്പത്തി നിർത്തുക. 1 2 3 4 5 6 7 8. തള്ളവെല്ലുമ്പോ 4 പേർക്ക് ഇങ്ങനെ മടക്കി പിടിക്കുക. സ്ഥിരിക്കണം. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. കൈ മടക്കുക. വെല്ല് മടക്കുക. 1 2 3 4 5 6 7 8. കൈപ്പത്തി പുറത്ത് തുറന്നു. 1 2 3 4 5 6 7 8. കൈ മടക്കി പിടിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. കൈ നിർത്തി പിടിക്കുക. ചെറിയ വട്ടം വരയ്ക്കുക. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. കൈ കാലിന്റെ മുട്ടുമ്പോ കമ്പ് ചെയ്യുക. 1 2 3 4 5 6 7 8. കൈ മുകളിലേക്ക് എറിയുക. 1 2 3 4 5 6 7 8. ഇങ്ങനെ തിരിയണം. കൈ ക്രോസ് ചെയ്ത് ചെയ്യാം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. കൈയുടെ എങ്ങനെ പിടിക്കുക. കൈയുടെ മുട്ടുമ്പിലേക്ക് നോക്കിയിട്ട് പിന്നിലേക്ക് തിരിയുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. കാലിൽ നിർത്തിക്കുക. കാലം കാണിക്കുക. കാലിന്റെ വെല്ല് മടക്കണം. 1 2 3 4 5 6 7 8. കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ള. പിന്നിലേക്ക് തള്ള. 2 3 4 5 6 7 8. കാല അടിച്ചു വെക്കണം കേട്ടോ. കാലിന്റെ ഏങ്ങളും തിരിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. കുറച്ചാഴ്ച സൈഡിലേക്ക് അമ്പതാണ് കാലാണ്. ഇനി കുറച്ചും കൂടെ ആഴ്ച കാലിന്റെ തള്ളവരിൽ നിലത്ത് പിടിക്കുക. 1 ചെറുവരിൽ നിലത്ത് പിടിക്കുക. 2 3 4 5 6 7 8. ഇനി കാല് നന്നായി അകത്തി വെക്കണം. മാക്സിമം അകത്തി വെക്കണം. കാലിന്റെ മുട്ടുമടങ്ങാണ്ട കാലിന്റെ വരുമ്പോ തൊട്ട് 1 2. അടുത്ത കാലിന്റെ 3 4. ഇനി വലത്തെ കാൽ 5 6 7 8 8 7 6 5 4 3 2 1. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഈ രണ്ട് കാലിന്റെ വരുമ്പോ ഒരുമിച്ച് തുറക്കും. അപ്പൊ നെറ്റി നിലത്ത് മുടിയാന്ന് നോക്കുക. 1 2 3 4 5 6 7 8. കാലിന്റെ മുട്ട് മടങ്ങാൻ പാടില്ല കേട്ടോ. 8 7 6 5 4 3 2 1. മടങ്ങാണ്ട ശ്രമിച്ചാൽ മതി. മടങ്ങാണ്ട പറ്റുന്നില്ലേ? പറ്റണമായിരുന്നു ചെയ്യണം. ഇനി ചക്തലാസന ചേട്ടന്മാർ 1 2. കൈ കൂട്ടി പിടിക്കണം കേട്ടോ. 3 4 5 6
7, 8, rest. കയ്യല്ല അരഭാഗം ചെയ്യാൻ വേണ്ടിട്ടാ. പിന്നെ 1, തിരിച്ച് 2, 3, 4, 5, 6, 7, 8, rest. കാലടിച്ച് ഇനി കാല് മറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. രണ്ട് കാലും മറക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി അടക്കം എടുക്കണം. എടുത്ത് രണ്ട് വെച്ച് റെസ്റ്റ് ചെയ്യാട്ടാ. കണ്ടൊക്കെ എടുക്കുക. കാല് കുറച്ചകത്തേക്കുക, കയ്യ് കുറച്ചകത്തേക്കുക, കൈമേൽ അടക്കി വെച്ചാൽ നമ്മുടെ വയറുമ്മ ശ്രദ്ധിക്കുക. വയറ് ഒന്നും താഴും. അതിന്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. മതി. കണ്ണു തുറന്നു. കാല് വെച്ചിരിക്കുക. ഞെട്ടിരിക്കുക, എടുക്കുക. 1, എനിക്കിരിക്കുക. കാല് ഇങ്ങനെ കൂട്ടിയിരിക്കുക. 2, എടുക്കുക. 3, 4, 5, 6, 7, 8. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കാല് മടക്കി വയ്ക്കുക. ഈ മുമ്പിലേക്ക് ഇങ്ങനെ ആടുക. 1, 2, 3, റോളിംഗ്. 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. ഈ സൈഡിലേക്ക് 1, കാലിന്റെ മുട്ടുമ്പിലേക്ക് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. കുറച്ചു നേരം കാലത്തേക്ക് കൈ മറത്തിരിക്കുക. അടച്ചു. നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ നന്നായിട്ട് കൂടിയിട്ടാവും. അത് ഇത്തിരി കുറഞ്ഞു വരും. നമുക്ക് ഓക്സിജൻ കുറച്ച് നഷ്ടപ്പെട്ടു. അത് റിക്കവർ ചെയ്യും. കുറച്ച് നേരം കിട്ടും. മതി. കാലൊക്കെ നനക്കി അടുപ്പിച്ച് വയ്ക്കുക. കൈയൊക്കെ നനക്കി അടുപ്പിച്ച് വയ്ക്കുക. വലത്തോട്ട് ചെരിഞ്ഞ് കൈകുത്തി നനക്കിയിരിക്കുക. എപ്പോഴും വലത്തോട്ട് തിരിയുക. നമ്മുടെ ചെസ്റ്റിന്റെ അടുത്ത ഭാഗത്ത് ഹൃദയം. അവിടേക്ക് ഭാരം പാടില്ല. അത് വാമിങ്ങായിട്ട് ചെയ്ത് യോഗ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടും. ഈ കാലിൽ നിർത്തിയില്ല. ഈ കാലത്ത് ഇങ്ങനെ മടക്കി വയ്ക്കുക. ബട്ടർഫ്ലൈ പോസ് കൂട്ടി വയ്ക്കുക. എന്നിട്ട് കാലിന് മുട്ട് പൊന്തിക്കുക. ചാർക്കുക. 1, ബട്ടർഫ്ലൈ പോസ്. 2, 3 എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. 4, മുമ്പിലേക്ക് നോക്കണം. 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. ഇനി കാല് പൊന്തിച്ചിട്ട് പെട്ടെന്ന് ഇടുക. 1, 2, 3, 4, 5, 6, 7, 8. പൊന്തിക്കണം. 8, 7, 6, 5, 4, 3, 2, 1. കൈകൊണ്ട് കാലിന്റെ മുട്ട് നൽകുക. കാലിന്റെ മുട്ട് നൽകുക. കാലിന്റെ മുട്ടിന് നീങ്ങി പോകാൻ പാടില്ല കേട്ടോ. മാക്സിമം അടുത്ത് മതി. ഇനി ചേർത്ത് പിടിക്കുക. കൈന്റെ മുട്ടുകൊണ്ട് കാലിന്റെ മുട്ട മാറ്റുക. നെറ്റ് കാലിന്റെ വരുമ്പോ മുട്ടിക്കുക. ബദ്ധപാദാസനം. 1. നെറ്റ് കാലിന്റെ വരുമ്പോ മുട്ടിക്കാൻ നോക്കുക കേട്ടോ. കണ്ണ് തുറന്നിരിക്കുക. 2 എന്ന് പറഞ്ഞിരിക്കുക. 3, 4, 5, 6, 7, 8. കാല് നിർത്തി.
ഈ വക്രാസനം കാലിൽ ഞാൻ കുത്തിയേക്ക്, ഇടത്തെ കാല് കുത്തി മടക്കിയേക്ക്. അപ്പൊ ഇടത്തെ കൈ പിന്നിലേക്ക്, വലത്തെ കൈ പൊന്തിക്കണം, നന്നായി മുകളിലേക്ക് പൊന്തിക്കും. എന്നിട്ട് സൈഡിൽ കൂടെ അങ്ങനെ പൊന്തിക്കും. ഇനി പിന്നിലേക്ക് തിരിയണം, അടുത്ത ഭാഗത്തിൽ കൂടെ പിന്നിലേക്ക് തിരിയണം. അപ്പൊ വയറുള്ളിലേക്ക് പോകണം. ശ്വാസത്തിൽ നേരെ നേരെ നോക്കാം, നേരെ നോക്കാം. 3, 4, 5, 6, 7, 8. കൈ പൊന്നിക്കുക, പിന്നിട്ട് വെക്കുക, കാലിൽ നിർത്തി. ഇനി വലത്തെ കാലി നിർത്തുക, വലത്തെ കൈയില്ലേ, ഇടത്തെ കൈ പൊന്തിക്കുക, പുറത്തു കൂടി ഇടുക. ഇങ്ങനെ പിടിക്കാൻ മുട്ടിൽ ഇങ്ങനെ പിടിച്ചാലും മതി, നമുക്ക് പറ്റണ മതി. പിന്നിൽ തിരിയുക. 1, 2, 3, 4, 5, വലത്തോട്ട് 6, 7, 8. കൈ പൊന്തിക്കുക, പിന്നിൽ കാല് നിർത്തി, കാലാണ്. ഇനി അടക്കെടുക്കുക. കാലടിച്ചിരിക്കുക, കൈയടിച്ചിരിക്കുക. ഇനി നമ്മൾ താരാസനം, കൈ മുമ്പിൽ കോർത്ത് പിടിക്കണം. വഴുന്നേറുന്ന ശ്വാസത്തിൽ ഇങ്ങനെ പിന്നിലേക്ക് കൊള്ളുക, തലയുടെ അടക്കുമ്പോൾ തിരിക്കുക, എന്നിട്ട് പിന്നിലേക്ക് തള്ളുക, കാലടിക്ക് തള്ളുക. താരാസനം കേട്ടാ, കൈ കോർത്ത് പിടിക്കുക. 1, കൈ പിന്നിലേക്ക് തള്ളുക, തലയുടെ അടക്കുമ്പോൾ തിരിക്കണം കേട്ടാ. 2, ശ്വാസം വിട്ടുകൊണ്ട് മുമ്പിൽ, കാലടിക്ക് വേണം കേട്ടാ. 3, കാലടിക്ക് തള്ളുക, കൈ പിന്നിലേക്ക് തള്ളുക. 4, 5, 6, 7, 8. മതി. കൈ കമത്തി വയ്ക്കുക, ശരീരത്തിന്റെ സൈഡില് കൈ കമത്തി വയ്ക്കുക. ഇനി ഇടത്തെ കാലം മുട്ട് വളകാണ്ട് പൊന്തിക്കണം. 1, പൊന്തിക്കുമ്പോ ശ്വാസം എടുക്കുക, കാലിന്റെ വലിയ മുകളിലേക്ക് തള്ളുക. 2, താത്ത, ഇടത്തെ കാല് മാത്രം. 3, ശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കണം, കാലിന്റെ വലിയ മുകളിലേക്ക് തള്ളുക. 4, ശ്വാസം എടുത്തുകൊണ്ട് താത്ത. 5, 6, 7, 8. ഇനി വലത്തെ കാല്. 1, 2, 3, 4, 5, 6, 7, 8. ഈ രണ്ട് കാര്യം മുകളിലേക്ക് വന്നില്ല, കൈ നിലത്തേക്ക് അമർത്തി പിടിക്കുക. മേരുദണ്ഡാസനം, പൂർണ്ണ മേരുദണ്ഡാസനം. 1, കാലിന്റെ പേരിലേക്ക് നോക്കണം കേട്ടോ. 2, പതുക്കതാ, കൈ നിലത്തേക്ക് അമർത്തിയോണ്ടാണ്, കൈ നിലത്തേക്ക് അമർത്തുക. 3, 4, 5, 6, 7, 8. കൈന്റെ മുട്ട് വരെ പോയിട്ട് കാലിന്റെ വെല്ലുവിളിക്ക് നോക്കാം. കൈന്റെ മുട്ട് വരെ പോക്കാം, കാലിന്റെ വെല്ലുവിളിക്ക് നോക്കാം. 2, 3, 4, 5, 6, 7, 8. ഇനി നമുക്ക് നൗകാസനം 5 കഴിഞ്ഞ് കിട്ടണം. 1 എന്ന് പറയുമ്പോ കൈ പിന്നിലേക്ക്,
ടു എന്ന് പറയുമ്പോ കാല് കൊണ്ടിരിക്കുക, കാലിന് വരുന്നിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, പഞ്ചിന് വഴി നിൽക്കുക. ത്രീ എന്ന് പറയുമ്പോ അറിയാം കാല് നിൽക്കുക, കൈ പിന്നിരിക്കുക. ഫോർ എന്ന് പറയുമ്പോ കൈ മുമ്പിരിക്കുക. നവകാസനം കേട്ടാ, പഞ്ചി വാങ്ങിക്കുക. വൺ, കൈ പിന്നിരിക്കുക. ടു, കാല് കൊണ്ടിരിക്കുക, കാലിന് വരുന്നിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ത്രീ, ഫോർ. ആദ്യം വൺ, ടു, ത്രീ, ഫോർ. പ്രാവശ്യം വൺ, ടു, ത്രീ, ഫോർ. മതി. ഇനി കാലിങ്ങനെ മടക്കണം, കൈ സൈഡിലേക്ക് വെക്കണം. മക്കളാസനം. കാലെടുത്ത ഭാഗത്ത് നിലത്ത് മുടിയുമ്പോ വലത്തെ കൈ പിടിക്കുന്നു, കാലെടുത്ത ഭാഗത്ത് മുടിയുമ്പോ വലത്തെ കൈ പിടിക്കുന്നു. അപ്പൊ ശ്വാസം വിടണം കേട്ടോ. നമ്മുടെ നട്ടലിന്റെ അടിഭാഗത്ത് ഒരു ഫ്ലെക്സിബിൾ ഓർമ്മ അടിക്കാം. വൺ, കാലെടുത്ത ഭാഗത്ത് പിടിക്കുക, വലത്തെ കൈ പിടിക്കുന്നു, ശ്വാസം പുറത്തേക്ക് കളയും. ടു, ശ്വാസം എടുക്കുക, നേരെ വരും. ഇനി പറഞ്ഞു ത്രീ, ഇടത്തെ കൈ പിടിക്കുന്നു. ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, സെവൻ, സിക്സ്, ഫൈവ്, ഫോർ, ത്രീ, ടു, വൺ. റെസ്റ്റ്, റിലാക്സ്. ഇനി നമ്മളെ വലത്തോട് കമഴ്ന്നെടുക്കും. വലത്തോട്ട് തന്നെ കമഴ്ന്നെടുക്കും. കൈ കാലിന്റെ അടിയിൽ വെച്ചാൽ മതി. കൈ കാലിന്റെ അടിയിൽ. ഇടത്ത കാലിൽ മുട്ടുമറക്കാണ്ട് പൊന്തിക്കുക. മുട്ടുമറക്കാണ്ട് ഇടത്ത കാല് പൊന്തിക്കുക. വൺ, ടു, താത്ത. ത്രീ, കാലിന്റെ വിരലിലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഫോർ, കാലിന്റെ വിരലിൽ പിന്നീട് തള്ളി പിടിക്കുക. ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. റെസ്റ്റ്. ഇനി വലത്തെ കാല്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. റെസ്റ്റ്. ഈ രണ്ട് കാലും മുകളിലേക്ക് വന്നിരുന്നു കേട്ടോ. പൂർണ്ണ ശതമാനം. രണ്ട് കാലും ഉണ്ട്. വൺ, ടു, ത്രീ, ശലഭാസനം. ഫോർ, രണ്ട് കാലും ബന്ധിക്കാം. ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. മതി. കൈ മുന്നിലേക്ക് വെക്കുക. ഷോൾഡറിന്റെ ലെവൽ. കൈ ഷോൾഡറിന്റെ ആണ് ഭുജംഗാസനം. നെറ്റി വന്നിക്കുക, താടി വന്നിക്കുക, ചെസ്റ്റ് വന്നിക്കുക. കാലടിപ്പിച്ച് വെക്കും. വൺ, കാലടിപ്പിച്ച് വെക്കും. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക വിടുക. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ടു, താത്ത. ത്രീ, ഷോൾഡർ താത്തി പിടിക്കുക. ഷോൾഡർ താത്തി പിടിക്കുക. മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ഫോർ, ഫൈവ്, ശ്വാസം എടുത്ത് വിടണം. സിക്സ്, സെവൻ, മുകളിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. എയ്റ്റ്. മതി. ഈ കൈ പിന്നിരിക്കി വെക്കണം. ഈ ധനുരാസനം ചെയ്യണം നമ്മള്. ധനുരാസനം. വൺ എന്ന് പറയുമ്പോ കാല് മടക്കുക. ടു എന്ന് പറയുമ്പോ കാലിന്റെ എണ്ണം പിടിക്കുക. ത്രീ എന്ന് പറയുമ്പോ കാല് മുകളിലേക്ക് വലിക്കുക. വൺ, കാല് മടക്കുക. ടു, കാലിന്റെ എണ്ണം പിടിക്കുക. ത്രീ, കാല് മുകളിലേക്ക് വലിക്കുക. മുകളിലേക്ക് നോക്കുക. പറ്റിങ്ങ മുമ്പിലേക്ക് വലിക്കുക. ആൾ മുകളിലേക്ക് നോക്കണം എപ്പോഴും. ഫോർ, ധനുരാസനം. കാലടിപ്പിച്ച് വയ്ക്കുക. വൺ, കാല് മടക്കുക. ടു, കാലിന്റെ എണ്ണം പിടിക്കുക.
3 കാല് മുകളിലേക്ക് പിടിച്ച് വലിക്കുക. മുകളിലേക്ക് നോക്കണം. മുകളിലേക്ക് നോക്കണം. 4 1 2 3 4 റെസ്റ്റ്. കാല് കുറച്ചകത്ത് വയ്ക്കുക. കൈ മുമ്പിൽ താടി മുഖത്തേക്ക് മകരാസനം. കാലിന്റെ ഉപ്പിറ്റും കാലിന്റെ തള്ളവരിലും നിലത്ത് തുറന്നു. കാല് കുറച്ചകത്ത് വയ്ക്കുക. കൈ താടിമ കുത്തിവയ്ക്കുക. കണ്ണടച്ച് കിടന്നു. അടിവാറിന്റെ ഭാഗത്ത് ശ്വാസം ശ്രദ്ധിക്കുക. കൈക്ക് എടുത്ത് വയ്ക്കുക. ഇടത്ത കൈപ്പത്തിയുടെ മുകളിൽ വലത്ത കൈപ്പത്തി. തല സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക. തല സൈഡ് മാറ്റി വയ്ക്കുക. കാലടിച്ച് വയ്ക്കുക. കൈ ഷോൾഡറിൽ വയ്ക്കുക. കൈ കുത്തി പിന്നിലേക്ക് നിൽക്കാം. നെറ്റി നിലത്ത് മുട്ടിക്കുക. ശശാസനം. നെറ്റി നിലത്ത് മുട്ടിക്കുക. കണ്ണു തുറക്കാം കേട്ടോ. കാലിന്റെ കുപ്പിലേക്ക് ഇരിക്കുക. പിന്നെ ഇരിക്കുക. പതുക്കെ പതുക്കെ അടിച്ചു. കാലടിച്ച് വയ്ക്കുക. കൈ മുമ്പിലേക്ക് ഇങ്ങനെ പിടിക്കുക. പിന്നെ ഇത് ചെയ്യണം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. കാലിന്റെ കുറ്റി ബന്ധിക്കുക. കയ്യിൽ മുകളിലേക്ക് ബന്ധിക്കുക. 1 ബാലൻസ് ചെയ്ത് നിർത്തണം. 2 പതുക്കെ താഴെ. 3 കാലിന്റെ കുറ്റി ബന്ധിക്കുക. 4 5 6 7 കുറ്റി വന്നത്. 8 ഈ പാദാസാസനം ചെയ്യാം. കാലടിച്ച് വയ്ക്കുക. 1 ശ്വാസത്തിന് കൈ മുകളിലേക്ക് തള്ളുക. 2 നിലത്ത് തള്ളുക. കാലിന്റെ മുട്ടും വെച്ചോ. 3 കൈ ബന്ധിക്കുക. കൈ മാത്രം താക്കുക. 4 സാവധാനം. 1 സാവധാനം കൈ മുകളിലേക്ക് പോകും. 2 നെറ്റ് കാലിന്റെ മുട്ടുമ്പോ മുട്ടിക്കാൻ നോക്കുക. 3 4 1 കൈ മുകളിലേക്ക് തള്ളണം. 2 3 4 പിന്നെ എനിക്ക് വളയാം. 1 2 3 4 5 6 7 8 8 7 6 5. ഇനി നമുക്ക് ത്രികോണാസനം. വിപരീത ത്രികോണാസനം. കാലകത്തിയില്ല. 1 2 ശ്വാസം വിടുക. 3 ശ്വാസം വിടുക. ഓണത്തെ കൈപിടിച്ച് നോക്കുക. 4 5 6 ആദ്യം 1 2 3 4 5 6 1 2 3 4 5 6
ഒന്നുകൂടി 1 2 3 4 5 6 മതി. ഇനി കാല് കുറച്ചാൽ കയ്യറയിൽ വെക്കുക. പിന്നെ എനിക്ക് വളയണം അർദ്ധചക്രാസനം. 1 2 3 4 5 6 7 8 മതി. ഇനി നമ്മൾ ഇരിക്കാൻ നിൽക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 റെസ്റ്റ്. ഇനി കാലിന്റെ മുട്ട് കുത്തിരിക്കുക. മുട്ട് കുത്തിരിക്കുക. വജ്രാസനം. കൈ കുത്തി മുട്ട് കുത്തിരിക്കുക. വെച്ചുള്ള കൈ സപ്പോർട്ട് ചെയ്തിട്ടിരുന്നാൽ മതി. കൈ സപ്പോർട്ട് ചെയ്തിട്ടിരുന്നാലും മതി. ഇടത്ത കൈപ്പത്തിയുടെ മുകളിൽ വലത്തെ കൈപ്പത്തി കഴിക്കുക. നിവർന്നിരിക്കുക. കാണാം ഭൈരവി മുദ്ര. നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. ശരീരം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുക. 1 2 പതുക്കെ ശ്വാസം വിടുക. 3 4 5 6 7 8 കണ്ണു തുറക്കാട്ടോ. കൈ പിന്നിൽ വയ്ക്കുക. ശശാങ്കാസനം. കൈ പിന്നിൽ ശ്വാസം ഇട്ട് നെറ്റിയിലാണ്. 1 2 ശ്വാസം എടുത്ത് നിവർന്ന്. 3 4 കണ്ണു തുറന്നു പിടിക്കും. 5 6 7 8 മതി. സൈഡിലേക്ക് ഇരിക്കുക. കാല് നിർത്തി. കാലൊന്നും എടുക്കാറുണ്ട്. കാലും കറക്കി ചമ്രം വേണ്ടി. ഇത് നമുക്ക് പ്രാണായാമം. നാഡീശുദ്ധി പ്രാണായാമം കേട്ടോ. ഇടത്ത കൈ മുദ്രയിൽ പിടിക്കുക. ചൂണ്ടുവരലും തലവരലും ഇങ്ങനെ റാമ വട്ടം വരയ്ക്കുക. 3 പേരിലും നിർത്തിയെടുക്കുക. ഇനി ചൂണ്ടുവരലും നടുവരലും മടക്കി എന്ന് പറഞ്ഞിരിക്കുക. നട്ടലിന്റെ ഭാഗ്യം ശ്രദ്ധിക്കണം. നട്ടലിന്റെ ഭാഗ്യം ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. പതുക്കെ ശ്വാസം വിടുക. ഇനി വലത്തെ മൂക്ക് അടച്ചു പിടിക്കുക. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഇനി കണ്ണടയ്ക്കുക. നട്ടലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. 1 ശ്വാസം എടുക്കുക. മൂക്കടയ്ക്കുക. ഇനി പുറത്ത് തുറക്കുക. 2 3 4 പുറത്ത് കൂടെ വിടുക കേട്ടോ. 5 അടയ്ക്കുക. 6 7 8 8 7 6 5 4 3 2 1 1 2 3 4 5 6 7
8, 8, 7, 6, 5, 4, 3, 2, 1, 1, 2, 3, 4, 5, 6, 7, 8. കൈ രണ്ട് കൈ തിരുമുദ്ര നിവർന്നിരിക്കുക. രണ്ട് മൂക്കുകളിൽ ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കണ്ണടച്ചിരിക്കണം കേട്ടാ. കൈമേലെ അർത്ഥിക്കുക. നീ കപാലഭാതി ഊർജ്ജപ്പെടാതെ പിന്നെ ശ്വാസം എടുക്കണം. അപ്പൊ വയറുള്ള കൈമേലർത്തി വെറുതെ മനർത്തി വെച്ചാൽ 1, 2, 1, 2 മൂക്കിയുടെ ശ്വാസം എടുക്കുക. അപ്പൊ വയറുള്ള 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2 മുഖത്ത് ശ്രദ്ധിക്കണം കേട്ടോ. മുഖത്ത് ശ്രദ്ധിക്കുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1,
one, two, one, two, one, two, one, one, two, 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 one. കളികളത്തില കൈകളത്തില ശരീരം കളഞ്ഞ ശരീരം തീരെ ആരോഗ്യമില്ല ശരീരത്തിന്റെ ഭാരം മുഴുവൻ ജീവിക്കുന്നു കാലിന്റെ ശ്രദ്ധിക്കുക കാലിന്റെ തളകളിൽ കളാത്തില് കാലിന്റെ മധ്യ എല്ലാവരും ശ്രദ്ധിക്കുക കാലിന്റെ എല്ലാവരും തളർത്തുക കാലിന്റെ പാദം അടിഭാഗം കാലിന്റെ വെള്ളഭാഗം ആദ്യമ ഉണ്ടാകുന്ന കാലിന്റെ ഉപരിഭാഗത്ത് കാലിന്റെ ഭാഗത്ത് കാലിന്റെ പാദത്തിൽ വളർത്തുക കാലിന്റെ ചുറ്റുകളെ വളർത്തുക കാലിന്റെ തുടർന്ന് വളർത്തുക പ്രധാനത്തിലെ വളർത്തുക വയറ്റിലെ വളർത്തുക പുറംഭാഗം വളർത്തുക അത്തരത്തിന്റെ ഭാഗം വളർത്തുക ഭാഗം വളർത്തുക സ്വാതന്ത്ര്യ ഭാഗം വളർത്തുക കണ്ണിന്റെ പുറംഭാഗം വളർത്തുക എല്ലാ കുട്ടികളെ വളർത്തുക കൈത്തന്നെ വളർത്തുക എല്ലാ കുട്ടികൾ വളർത്തുക എല്ലാ രീതികളും വളർത്തുക എല്ലാ പ്രാതിനിധ്യം കഴുത്തിലെ വ്യക്തികളെ വളർത്തുക കഴുത്തിന്റെ ഉത്പാദനം വളർത്തുക കഴുത്തിന്റെ പിൻഭാഗം വളർത്തുക കരളം ഭാഗം വളർത്തുക കരളം പുറത്താകുക
മുഖത്തത് ചെയ്ത് നടത്തുക, കവളുകളെ നടത്തുക, ചെവിയുടെ ഭാഗം നടത്തുക. ഓരോ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചെവിയുടെ ഭാഗം നടത്തുക, മൂക്കിന്റെ ഭാഗം നടത്തുക, ചുണ്ടുകളെ ശ്രദ്ധിക്കുക, മേൽചുണ്ട് തളർത്തണം, കീഴ്ചുണ്ട് തളർത്തുക, താടി തളർത്തുക, പല്ല് തളർത്തുക, നാവ് തളർത്തുക, മനസ്സിന്റെ ഭാഗം തളർത്തുക, ജനിതോറിന്റെ ഭാഗം തളർത്തുക, വയറ്റിലെ കുടലുകൾ, ചെറുകുടല് വൻകുടല് തളർത്തുക, വയറിന്റെ ഉള്ളിൽ അടിഭാഗത്ത് കിഡ്നിയുടെ ഭാഗം തളർത്തുക, വയറിന്റെ ഉള്ളിൽ മോൾ ഭാഗത്ത് ഗ്രന്ഥിയുടെ ഭാഗം തളർത്തുക, ലിവറിന്റെ ഭാഗം തളർത്തണം, ശ്വാസകോശത്തിന്റെ ഭാഗം തളർത്തണം, ഡയഫ്രത്തിന്റെ ഭാഗം തളർത്തണം, ഹൃദയത്തിന്റെ ഭാഗം തളർത്തണം, കഴുത്തിലെ തൈറോയിഡ് ഗ്രന്ഥി തളർത്തും, കഴുത്തിന്റെ പിന്നില് പാരാതൈറോയിഡ് ഗ്രന്ഥി തളർത്തും, ഈ ബ്രെയിനിന്റെ ഭാഗം തലച്ചോറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരത്തിലെ എല്ലാ ഭാഗത്തും പൂർണ്ണ അവസ്ഥയിലാണ്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാം, നല്ല കാര്യങ്ങൾ കാണാം, വെള്ളം ശരീരത്തിന്റെ സഹായമുണ്ട്, സമുദ്രത്തില് ചുറ്റുമാറ്റുണ്ട്. ഈ ശരീരത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. മനുഷ്യരെ വളർത്തി കൊടുക്കാൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ വിചാരിച്ച കാര്യം കാണുന്നു ആ സമയത്തുണ്ട്. നമ്മൾ ആ സ്വപ്നം കണ്ട കാര്യം കാണുന്നതായിട്ട് വിചാരിച്ചു. ആ വിചാരിച്ച കാര്യം ദൈവത്തിന് നന്ദി പറയാം. ആനന്ദം മാറ്റുന്നുണ്ട്. അവരുടെ അനുഗ്രഹങ്ങളെ കാണും. ഇത് വീണ്ടും ഹൃദയമെടുത്ത് പഠിക്കണം, ശ്വാസം ശ്രദ്ധിക്കണം, ശരീരം ശ്രദ്ധിക്കണം. കയ്യാക്കാൻ പറ്റുന്നതല്ല, കയ്യ പിടിക്കുക, കാലാക്കാൻ പറ്റുന്നതല്ല, കാലം പിടിക്കുക, കയ്യ കാലം, കൈ തരളത് പിടിച്ച് വയ്ക്കുക, കൈ പിന്നിലേക്ക് തള്ളുക, കാലം ഇരിക്കും തള്ളുക, കൈ പിന്നിലേക്ക് കാലം ഇരിക്കും, കൈ പിന്നിലേക്ക് തള്ളുക, കാലം ഇരിക്കും, കൈ മുൻപിടിക്കാൻ കഴിച്ചു. ഇനി വലത്തോട്ട് ചെന്നെടുക്കുക, കൈ തലയുടെ അടിയിൽ വരുന്ന കാല് മടക്കിച്ചൊന്ന് പോയി പഠിക്കുക, ഒരു കുഞ്ഞിനെ പോലെ. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. കൈ കുത്തി അനുഭവിക്കുക, കൈമലർത്തി വയ്ക്കുക. നമ്മുടെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങളും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മള് യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള ഒന്ന് വ്യത്യാസം ശ്രദ്ധിക്കുക. നമ്മള് യോഗ തുടങ്ങി ഒരു 8 മണിയായിട്ടോ ഉള്ള വ്യത്യാസം നമ്മുടെ ശരീരത്തിനുണ്ടായ ഒരു മാറ്റം. ഈ നമസ്കാരം മുദ്ര, നന്ദി പറയണം. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുക. മാതാപിതാക്കൾക്ക് ചുരുക്കമാർക്ക് നന്ദി പറയും. യൂണിവേഴ്സിന് നന്ദി പറയും. പ്രകൃതി ശക്തി. ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കും. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം വിട്ട് നെറ്റി നിലത്ത് പിടിക്കുക. ഭൂമിയിലേക്ക് നന്ദി പറയാം. നമ്മൾ ഇത്ര നേരം ഇത് ചെയ്യാൻ പറ്റില്ല. ശ്വാസം എടുത്തുന്ന പറഞ്ഞ കൈ കൂട്ടിത്തിരുക, കൈ നന്നായിട്ട് കൂട്ടിയിറക്കണം. ചൂടാക്കുക, ചൂട് കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. ഈ നെറ്റി കണ്ണിന്റെ പെരുക അവിടേക്ക് അമർത്തുക. നെറ്റി കണ്ണിന്റെ പെരുകാൻ മുഖത്ത് കവളുകള് ചെവിയുടെ അടിയിലങ്ങ് അമർത്തി മസാജ് ചെയ്യണം. ചെവിയുടെ പിന്നിൽ അമർത്തുക, കഴുത്തിന്റെ പിന്നിൽ അമർത്തുക, കഴുത്തിന്റെ മുമ്പിൽ അമർത്തുക, തലയിലെ പറ്റുന്ന തലയിലൊന്ന് അമർത്തുക. കൈ ഒന്നുകൂടി കൂട്ടി തരുമ്പോ കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കണ്ണ് തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക. കൈന്റെ വെല്ലുവിളിക്ക് നോക്കി തുറക്കുക,
എല്ലാവരോടും നന്ദി പറയും. നമസ്തേ 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 നമസ്തേ. സുഹൃതനം സർവചരാചരങ്ങൾക്ക് നന്ദി. ഓക്കെ ഏട്ടാ, കുഴപ്പമില്ല. കാണാൻ പറ്റില്ലേ? സൗണ്ട് ഒക്കെ കേൾക്കണില്ലേ? ആ ശരി കേട്ടാ. ഓക്കെ, വല്ല സംശയം ചോദിച്ചാൽ